നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതില് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചേച്ചി എന്നെ വിളിച്ചാൽ മതി. ശരി, ഞാനിതെല്ലാം നോക്കിക്കോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഋഷിയോട് ചോദിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അനുകൂലമായ ഒരു അവസരം വരുമ്പോ ഞാൻ ഇടപെടും. അന്ന് ഞാൻ മഹാദേവനെ എന്റെ വഴിക്ക് കൊണ്ടുവരും. ഈ ദേവികയുടെ നെകളിപ്പം ഞാൻ അവസാനിപ്പിക്കും. മായേ, ഒരു തരത്തിൽ അമ്മ പറഞ്ഞത് തന്നെയാ ശരി. ഇപ്പൊ അമ്മ അതിൽ ഇടപെട്ടാൽ ചിലപ്പോ അമ്മയ്ക്ക് വീണ്ടും നാണക്കേടുണ്ടാവാൻ സാധ്യതയുണ്ട്. വേണ്ട, നമ്മൾ കാരണം അമ്മയ്ക്ക് അപമാനം ഉണ്ടാവാൻ പാടില്ല. മായേ, അഞ്ജിതേ, തൽക്കാലം ഈ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട. വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ അമ്മ തന്നെ എടുക്കട്ടെ. മാഡം റെഡിയായോ? ഞങ്ങൾ പോയിട്ട് വരട്ടെ. പോയിട്ടോ മോളെ. സിദ്ധു, ഓഫീസിൽ ചെന്നാ അവിടെ ബഹളം കൂട്ടാതെ ദേവികയെ ശല്യപ്പെടുത്താതെ നീ അവിടെ ഇരുന്നോണം. ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല അമ്മേ. ഉണ്ടാക്കരുത്. ഉണ്ടാക്കില്ല. ഞാൻ നോക്കിക്കോളാം മാഡം. എന്റെ പൊന്നു മോളെ, നിന്നോടൊരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായിട്ട് ഞാൻ വിചാരിക്കുക. പക്ഷെ എപ്പോഴും അത് മറന്നുപോകും. എന്താ മാഡം? നിന്റെ ഈ മാഡം എന്ന വിളി ദയവ് ചെയ്ത് നീ ഒഴിവാക്കണം. മാഡം എന്ന വിളി മാറ്റി അമ്മയെന്ന് വിളിക്ക്. അതല്ലേ കേൾക്കാനും നല്ലത്. അങ്ങനെ വിളിച്ചത് ശീലായി പോയതാ മാഡം. ദേ, പിന്നെയും മാഡം. സോറി മാഡം. അല്ല, സോറി അമ്മ. ഇനി ഞാൻ അമ്മേനെ വിളിക്കും. സന്തോഷം. ഞാൻ എപ്പോഴും ദേവികയെ എന്റെ സ്വന്തം മോളായിട്ട് കണ്ടിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇനി അമ്മേന്ന് വിളിച്ചാ മതി കേട്ടാ. കേട്ടാ? അല്ലാതെ നമുക്ക് ഓഫീസിൽ പോയാലോ? കൊറേ സമയായി. ഇവന് പുറത്തിറങ്ങി കറങ്ങാനുള്ള ധൃതിയാ അല്ലേ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, സത്യം പറഞ്ഞ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. എന്നെക്കാളും കാര്യപ്രാപ്തിയുള്ള ആളാ നീ. ഓഫീസിലെത്തുമ്പോ സിദ്ധുവിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ഓഫീസ് കാര്യങ്ങളില് ഇപ്പൊ നിനക്ക് കിട്ടിയിട്ടുള്ള മതിപ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ നീ ഇടപെടണം. ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമല്ല മാഡം. അയ്യോ, സോറി അമ്മ. ഓഫീസിലെ അന്തരീക്ഷം സിദ്ധുവിന്റെ അസുഖം ഭേദമാക്കിയെടുക്കാൻ ഉപകരിക്കപ്പെടും. ഓഫീസിലെ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം സിദ്ധുവിന്റെ അസുഖം കൂടി ഭേദമാക്കിയെടുക്കുക, അതാണ് എന്റെ ലക്ഷ്യം. കുട്ടന്റെ കാര്യങ്ങൾക്കാവും ഞാൻ എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്കിള് പറഞ്ഞ ഉടനെ ഓഫീസിലേക്ക് പോകാമെന്ന് ഞാൻ സമ്മതിച്ചത്. കുട്ടന്റെ കാര്യത്തിൽ നീ പുലർത്തുന്ന ഈ ശ്രദ്ധ കാണുമ്പോ എനിക്ക് പറയാൻ വാക്കുകളില്ല മോളെ. ഞാൻ എന്റെ കടമയാ ചെയ്യുന്നത് അമ്മ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഞങ്ങള് റെഡിയാ സർ. സാറല്ല, അച്ഛൻ. അച്ഛൻ. എന്റെ എല്ലാവിധ ഭാവുകങ്ങളും. ശരി, എന്നാ പോയിട്ട് അമ്മ. ഓക്കെ അമ്മേ. ബാബാ.
കൺഗ്രാചുലേഷൻസ് മാഡം. താങ്ക് യു. ആ എന്റെ മരുമകളെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇന്നു മുതൽ സിദ്ധുവിന് പകരം ദേവികയായിരിക്കും ഓഫീസിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ദേവികയുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കണം ഇനിയുള്ള ഓഫീസിന്റെ പ്രവർത്തനം. എല്ലാ കാര്യങ്ങളിലും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ദേവികയായിരിക്കും. എല്ലാ ഫയലുകളും ദേവിക വെരിഫൈ ചെയ്ത് ഒപ്പുവെച്ചതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. ഋഷി, ദേവികയെ സിദ്ധുവിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകും. ശരി ചേച്ചി എന്നാ വാ. ചെല്ലുവാണ്. ചേച്ചി ഇതാണ് സിദ്ധുവേട്ടൻ ഉപയോഗിച്ചിരുന്ന ചെയർ. ഇനി മുതൽ ഇതിൽ ചേച്ചി ഇരിക്കേണ്ടത്. ചേച്ചി ഇതിലേക്ക് ഇരുന്നോളൂ. അല്ല അല്ല ഞാൻ ഇതിലിരിക്കുക ചേച്ചി. ചേച്ചിയുടെ പൊസിഷൻ അനുസരിച്ച് ഈ കസേരയിൽ ഇരിക്കേണ്ടത് ചേച്ചിയാ. ചേച്ചി ഇരിക്കേ ചേച്ചി. ഇരിക്കുക ചേച്ചി. ഇരിക്കും മലാകെ. ഋഷി അഭിഷേകും എത്ര നേരമായിട്ട് പറയാ? മലക ഇരിക്കേ. ഇരിക്കും മലകെ. ഇനി ആലോചിക്കൊന്നുമില്ല. വാ. ചേച്ചി ഇത് നമ്മുടെ കമ്പനിയിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ ഫയലുകളാണ്. ചേച്ചി ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കണം. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചേച്ചി എന്നെ വിളിച്ചാൽ മതി. ശരി, ഞാനിതെല്ലാം നോക്കിക്കോളാം. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ഋഷിയോട് ചോദിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ ഓഫീസിൽ വരാൻ സമ്മതിച്ചു തന്നെ കുട്ടന് വേണ്ടിയാ. കുട്ടന്റെ അസുഖം മാറ്റിയെടുക്കണം. അതാണ് എന്റെ പ്രധാന ഉദ്ദേശം. എത്രയും പെട്ടെന്ന് കുട്ടനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കണം. കുട്ടൻ സാധാരണ സമയം ചെലവഴിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം കുട്ടനെയും കൊണ്ട് നടന്നാൽ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരികെ കിട്ടുന്ന ടോമിയച്ചൻ പറഞ്ഞത്. ചേച്ചി പറഞ്ഞില്ലെങ്കിലും ചേച്ചിയുടെ ഉദ്ദേശം ഇതായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അല്ലടാ അബി? ആ അതെ, ഞങ്ങളത് ഡിസ്കസ് ചെയ്തിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.